സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടായിരിക്കണം ഈ ലോകത്തിന് തന്നെ അനുഗ്രഹമല്ലേ. ആമിന ബീവിയുടെയും അബ്ദുല്ലാഹുവിന്റെയും പുന്നാരമകനായി അല്ലാഹുവിന്റെ പ്രവാചകൻ സുബഹിയോടടുത്ത സമയത്ത് ഈ ലോകത്തിലേക്ക് കടന്നു വരുമ്പോൾ അത്ഭുതങ്ങളായിരുന്നു അന്നവിടെ സൃഷ്ടിച്ചത്. സാമാതനാകുമ്പോഴും വെറ്റി വരണ്ടു. കിസ്റ കൈസറിന്റെ കോട്ടയിലുള്ള ബിംബങ്ങൾ പോലും തലകുത്തി മറിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിക്കണം, നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ പ്രവാചകനായ തിരുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിലേക്ക് കടന്നു വരുമ്പോഴുള്ള അത്ഭുതമാണ്. സാമാ തടാകത്തെ കുറിച്ച് പറയുമ്പോൾ സാമാ തടാകം എന്ന് വെച്ചാൽ എന്താണ്? ഇന്നേവരെ പറ്റാത്ത തടാകമാണ് സാമാ തടാകം. അള്ളാഹുവിന്റെ പ്രവാചകനായ തിരുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നപ്പോ സാമാ തടാകം പോലും വെറ്റി വരണ്ടോ. കിസ്റ കൈസറിന്റെ കോട്ട പോലും പൊട്ടിത്തെറിച്ച് നാശമായി തകർന്നു വീണു. ഇൻഷാ അല്ലാഹ് നമ്മളൊക്കെ ശ്രദ്ധിക്കണം. അങ്ങനെ അള്ളാഹുവിന്റെ പ്രവാചകനായ തിരുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തിന് തന്നെ അനുഗ്രഹമല്ലേ? അല്ലേ? സംശയമുണ്ടോ ആർക്കെങ്കിലും? ഇല്ല. അങ്ങനെ അള്ളാഹുവിന്റെ പ്രവാചകനായ തിരുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെറുപ്രായത്തിൽ തന്നെ വിശ്വസ്തതയായിരുന്നു. വിശ്വസ്തത അള്ളാഹുവിന്റെ പ്രവാചകനായ തിരുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചിരുന്നു. കൊച്ചുപ്രായത്തിൽ തന്നെ കളവ് പറയുമായിരുന്നില്ല. അതുകൊണ്ട് മക്കക്കാര് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഒരു പേര് വിളിച്ചിരുന്നു. എന്തായിരുന്നു ആ പേര്? എന്തായിരുന്നു? അള്ളാഹുവിന്റെ പ്രവാചകൻ തിരുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കക്കാർ വിളിച്ച പേരെന്താ? അമീൻ എന്നാണ് വിളിക്കുന്നത്. കാരണം എന്താ? ചെറുപ്രായത്തിൽ തന്നെ വിശ്വസ്തതയായിരുന്നു. കളവ് പറയാറില്ല, ആരെയും വഞ്ചന നടത്തുമായിരുന്നില്ല. നമ്മുടെ ഓരോ മക്കളെയും നമ്മൾ കളവ് പറയിപ്പിച്ച് തെറ്റിലേക്ക് നമ്മൾ നയിച്ചു കൊണ്ടിരിക്കുമ്പോ ഇതാണ് നമ്മുടെയൊക്കെ സ്വഭാവം. മക്കളെ ഉദാഹരണം പറയാം. പാപ്പച്ചി ഗൾഫിൽ നിന്ന് വിളിക്കുന്നുണ്ട്. പാപ്പച്ചി ഗൾഫിൽ നിന്ന് വിളിക്കുന്നുണ്ട്. ഉമ്മ എവിടെയെങ്കിലും ഷോപ്പിങ്ങിലാറ്റമായിരിക്കാം, ഇവിടെ ഷോപ്പിലോ അങ്ങനെയുള്ള എവിടെയെങ്കിലും ആയിരിക്കാം, ടൗണിലായിരിക്കാം. ഭർത്താവ് പറഞ്ഞിട്ടുണ്ട് ഇന്ന് പോണ്ട, വീട്ടിൽ നിന്ന് എവിടെയും ഇറങ്ങണ്ട. ഭർത്താവിൻ്റെ ഓർഡറാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ടൗണിലായിരിക്കാം, പെട്ടെന്ന് ഫോൺ വരികയാണ്, തൊട്ടടുത്ത് മകനോ മകളോ ആരെങ്കിലും നീ ഇവിടെ ഉള്ള. നമ്മൾ ഉറച്ച ശബ്ദത്തിൽ പറയും, ഞാനുള്ളത് വീട്ടിലാണുള്ളത്. എന്താ ശബ്ദം കേൾക്കുന്നേ? അത് കുട്ടികൾ ശബ്ദം ഉണ്ടാക്കുന്നേ. എന്നെൻ്റെ മോൻ്റെ അടുത്തൊന്ന് കൊടുത്തേ. എല്ലാം തോണ്ടിയിട്ട് പറയും, ബോൾ വാങ്ങിത്തരാം, ബേറ്റ് വാങ്ങിത്തരാം. വാപ്പച്ചിയോട് ടൗണിലാ ഉള്ളതെന്ന് പറയാൻ പാടില്ല, വീട്ടിലാ ഉള്ളതെന്ന് പറയും. എൻ്റെ മകനോട് പറയിപ്പിക്കുകയാണ്. ആര്? ഉമ്മ പറഞ്ഞു കൊടുക്കുക. കളവ് പറയാൻ അമ്മമാര് പറഞ്ഞു കൊടുക്കുക. അതുകൊണ്ട് ആ മക്കള് നേരാവണ്ണം ഒന്നാവത്. ചെറുപ്രായത്തിൽ തന്നെ നമ്മുടെ ഓരോ മക്കളെയും നമ്മൾ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് അവരെ പോറ്റുന്ന സ്വഭാവം എങ്ങനെയായിരിക്കണം? ആദ്യമായിട്ടുള്ളത് മദ്രസയല്ല, അല്ലെങ്കിൽ സ്കൂളല്ല, നഴ്സറിയോ അങ്ങനെയുള്ളതൊന്നുമല്ല. ആദ്യത്തെ ഇൽമ പഠിക്കുന്ന സ്ഥലം, ആദ്യത്തെ ഇൽമ പഠിക്കുന്ന, അറിവ് പഠിക്കുന്ന ഒരു സ്ഥലമുണ്ടെങ്കിൽ അത് ഉമ്മാന്റെ മടിത്തട്ടായിരിക്കാം. അതുകൊണ്ട് നമ്മളെ ഓരോ ഉമ്മമാരും നമ്മുടെ പറഞ്ഞു കൊടുക്കുന്ന നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അല്ലാഹുവിന്റെ പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതൃക നമ്മൾ പറഞ്ഞു കൊടുക്കണം. പ്രവാചകനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും പരിചയപ്പെടുത്തി കൊടുക്കണം. അല്ലാതെ സിനിമാ നടന്മാരെയോ നടിമാരെയോ എല്ലാം നമ്മൾ പരിചയപ്പെടുത്തി. അല്ലാഹു തആല നമ്മയൊക്കെ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകനായ തിരുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 40-ാം വയസ്സിൽ നബുവത്ത് ലഭിക്കുകയാണ്.
അല്ലാഹുവിന്റെ പ്രവാചകനായ തിരുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇസ്ലാമിന്റെ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോ, ഇസ്ലാമിന്റെ പ്രചരണം മക്ക വരെ നടത്തിക്കൊണ്ടിരിക്കുമ്പോ അബൂജഹലിനെ പോലെയുള്ള ഖുത്ബത്ത് ശൈബത്തിനെ പോലെയുള്ള കള്ളത്തമാടികളെ ഒരു വലിയ സംഘത്തെ മുഴുവനും വിളിച്ചുകൊണ്ട്, മക്കയിലുള്ള മുശ്രിക്കുകളെ വിളിച്ചുകൊണ്ട് അബൂജഹൽ എഴുന്നേറ്റ് നിന്ന് ചോദിക്കുകയാണ്, 100 ഒട്ടകത്തിനാ ദാനം ചെയ്യാ, 100 ഒട്ടകത്തിനാ നൽകാ. ആരാണ് മുഹമ്മദിന്റെ തല വെട്ടിയെടുക്കുന്നത്, ആരാണ് മുഹമ്മദിന്റെ തല വെട്ടിയെടുക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ തയ്യാറായി വന്നപ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, അവിടെ നിന്ന് കൈവന്ദിച്ചുകൊണ്ട് മഹാനായ ഇസ്ലാമിലേക്ക് ഉമർ റളിയല്ലാഹു അൻഹു കടന്നു വരുന്നതിന് മുമ്പ്, ഉമർ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഉമർ കൈവന്ദിക്കുകയാണ്. ഞാൻ മുഹമ്മദിന്റെ തല വെട്ടിയെടുക്കാമെന്ന് ഊർജ്ജസ്വരത്തിൽ ഉമർ പറഞ്ഞപ്പോ അബൂജഹൽ പറഞ്ഞു, തല വെട്ടിയെടുത്തിട്ട് വാ. അങ്ങനെ ഉരപ്പിടിച്ച് വാളുമായി കുതിരപ്പുറത്ത് ചാടിക്കേറിക്കൊണ്ട് ഉമർ ഇതാ പോവുകയാണ് ഇവിടത്തേക്ക് ലക്ഷ്യമിട്ടില്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ തല വെട്ടിയെടുക്കാൻ വേണ്ടി ഉമർ തയ്യാറാവുകയാണ്. അങ്ങനെ വഴിയിലൂടെ കുതിരപ്പുറത്ത് സവാരി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ വന്ന് കൈ നീട്ടുകയാണ്. ഉമറേ, നീ എവിടേക്കാ പോകുന്നത്? ഉമറേ, നീ എവിടെയാണ് പോകുന്നത്? ഉമർ പറയുകയാണ്, ഞാൻ മുഹമ്മദിന്റെ തല വെട്ടിയെടുക്കാൻ പോകുന്നതാ. ചിന്തിക്കണേ എന്റെ പ്രിയപ്പെട്ട സഹോദരാ. അങ്ങനെയുള്ള മനുഷ്യൻ പറയുകയാണ്, ഇല്ലയോ ഉമറേ, നീ മുഹമ്മദിന്റെ തല വെട്ടിയെടുക്കുന്നതിന് മുമ്പ് ആദ്യം നിന്റെ സഹോദരിയുടെ തല വെട്ടിയെടുക്കുക, നിന്റെ സഹോദരിയുടെ തല വെട്ടിയെടുക്കുക. കാരണം എന്താ? നിന്റെ സഹോദരിയുടെ തല വെട്ടിയെടുക്കാൻ പറഞ്ഞതെന്താ? എന്റെ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണം. സഹോദരിയുടെ തല വെട്ടിയെടുക്കാനുള്ള കാരണം എന്താ? സഹോദരി ഇസ്ലാമിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്, സഹോദരി ഇസ്ലാം മതം സ്വീകരിച്ചതാണ്. അങ്ങനെ ഉമർ കോപിതനാവുകയാണ്. ഉമറിന് വല്ലാതെ ദേഷ്യം പിടിച്ചു. ഉമർ അങ്ങനെ വാളിന് കുറച്ചും കൂടി മൂർച്ച കൂട്ടിക്കൊണ്ട് തന്റെ സഹോദരിയുടെ വീട്ടിന്റെ മുന്നിലെത്തി വാതിൽ ചവിട്ടി പൊട്ടിക്കുമ്പോ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ സൂറത്ത് ഓതുകയാണ്. എന്ന പരിശുദ്ധമായ ഖുർആനിന്റെ വചനം അങ്ങ് കേൾക്കുമ്പോ, ആയത്തങ്ങ് കേൾക്കുമ്പോ ഉമറിന്റെ മനസ്സാകെ മാറുകയാണ്. പരിശുദ്ധമായ ഖുർആനിന്റെ ആ വാക്ക് കേട്ടിക്കൊണ്ട് ഉമറിന്റെ മനസ്സ് മാറുകയാണ്. ഞാൻ എങ്ങനെയാണ് ഈ ഖുർആൻ പാരായണം ചെയ്യേണ്ടത്? അപ്പോൾ തന്റെ സഹോദരി പറഞ്ഞു, ശുദ്ധിയാവണം. ശുദ്ധിയായി വന്നപ്പോ നീ ഇസ്ലാം മതം സ്വീകരിക്കണം. അങ്ങനെ ഇസ്ലാം മതം സ്വീകരിക്കുവാൻ വേണ്ടി ഹബീബിനാ വസീയതിനാ വസനദിനാ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹളറത്തിലേക്ക് പോവുകയാണ്. അവിടത്തേക്ക് ഉമർ റളിയല്ലാഹു അൻഹു പോവുകയാണ്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് അവിടെ അല്ലാഹുവിന്റെ റസൂലുള്ളാഹിന്റെ അടുത്ത് ഉമർ എത്തിയപ്പോ തൊട്ടടുത്ത് ഹംസ റളിയല്ലാഹു അൻഹുണ്ട്. ഹംസ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റെ ഹബീബിന്റെ ദേഹത്തിന് ഉമർ എന്റെ ഹബീബിനെ ഉപദ്രവിക്കാനാണ് വരുന്നതെങ്കിൽ ഞാൻ ഉമറിന്റെ തല വെട്ടിയെടുക്കുമെന്ന് ഹംസ റളിയല്ലാഹു അൻഹു അവിടെ മുന്നിൽ റസൂലുള്ളാഹിന്റെ മുന്നിൽ നിന്ന് പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വേണ്ട ഹംസ, വേണ്ട ഹംസ, വേണ്ട. അങ്ങനെ ഉമർ ഇതാ ഓടി വരികയാണ്. അല്ലാഹുവിന്റെ റസൂലുള്ളാഹിന്റെ അടുത്ത് വന്ന് വാൾ വലിച്ചെറിഞ്ഞ് റസൂലുള്ളാഹിനോട് പറയുകയാ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. പ്രവാചകനെ കെട്ടിപ്പിടിച്ചിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്ത് ഖുർആനിന്റെ മനസ്സിലേക്ക് അലയടിച്ചു വന്നപ്പോ അല്ലാഹുവിന്റെ പ്രവാചകനെ ഇറക്കി കൊടുത്ത പരിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ, ലോകത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച പരിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ, ആ ഖുർആനിലൂടെ ആ മനുഷ്യനോട് പറഞ്ഞത്, ആ ഖുർആനാ പറഞ്ഞത്. അല്ലാഹു
അല്ലാഹുവിൻ്റെ പരിശുദ്ധமான ഖുർആനിൽ നമ്മളോട് ഓർമ്മപ്പെടുത്തി തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ വേറൊരാളെ നമ്മളെ തേടാൻ നിൽക്കുന്നത്? വേറൊരാളെ നമ്മൾ എന്തിനാ ആശ്രയിക്കാൻ നിൽക്കുന്നത്? അല്ലാഹുവിൻ്റെ പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം നമ്മൾ പഠിക്കുക. അതിന് അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹുവിൻ്റെ പ്രവാചകനായ തിരുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കക്കാരെ അല്ലാഹുവിൻ്റെ പ്രവാചകനെ അല്ലാതെ ഉപദ്രവിക്കുകയാണ്. മക്കക്കാരെ അല്ലാഹുവിൻ്റെ പ്രവാചകനായ തിരുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ആദ്യമായി ഹിജ്റ ആരംഭിക്കുകയാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് അല്ലാഹുവിൻ്റെ പ്രവാചകനായ അല്ലാഹുവിൻ്റെ ദൂതരായ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോവുകയാണ്. നിങ്ങളെൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോവുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയുടെയും മദീനയുടെയും ബോർഡറിൽ അതാ സഹാബികളൊക്കെ അല്ലാഹുവിൻ്റെ പ്രവാചകനെ, സ്ത്രീകളും വിദ്യാർത്ഥികളും പ്രവാചകനെ കാത്തിരിക്കുകയാണ്. ഈത്തപ്പഴത്തിന്റെ മരമുകളിൽ കയറിക്കൊണ്ട് പ്രവാചകൻ കടന്നു വരുന്നുണ്ടോ? ലോകത്തിന്റെ ദൂതരായ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. മകളെ ഇതാ പൂർണ്ണചന്ദ്രൻ കടന്നു വരികയാണ്. മദീനക്കാർ പാടുകയാണ്, وجب الشكر علينا ماذا لله داعي طلع البدر. അങ്ങനെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മദീനക്കാര് പൂർണ്ണചന്ദ്രൻ കടന്നു വരികയാണെന്ന് മദീനക്കാര് എല്ലാവരും അവിടെ നിന്ന് പാടുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകനായ തിരുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വരവേൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്കണം, മദീനക്കാർക്ക് അല്ലാഹുവിന്റെ ഹബീബിനെ വല്ലാതെ ഇഷ്ടമാണ്, വല്ലാത്ത മുഹബ്ബത്താ, റസൂലുള്ളാഹിനോട് വല്ലാത്ത ഇഷ്ടമാണ്. നമ്മളും ഇഷ്ക് വെക്കണ്ടേ, നമ്മളും മുഹബ്ബത്ത് വെക്കണ്ടേ. നമ്മൾ അല്ലാഹുവിന്റെ പ്രവാചകനായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ നബിയേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനോടായിരിക്കണം നമ്മുടെ ഇഷ്ക്, പ്രവാചകനോടായിരിക്കണം നമ്മുടെ മുഹബ്ബത്ത്. അങ്ങനെ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ വന്ന് മദീനയിൽ വന്ന് ആദ്യമായി മസ്ജിദുൽ ഖുബാ, പിന്നീട് മസ്ജിദുൻ നബവി, പള്ളികളൊക്കെ സൃഷ്ടിച്ച് പള്ളികളൊക്കെ നിർമ്മിച്ച് അങ്ങനെ അല്ലാഹുവിന്റെ പ്രവാചകൻ പല സ്ഥലങ്ങളിലായി ഇസ്ലാമിന്റെ പ്രചരണത്തിന് പോകുമ്പോൾ തായിഫ് ഗോത്രക്കാരുടെ അടുത്ത് അല്ലാഹുവിന്റെ പ്രവാചകനായ തിരുദൂതൻ ഹബീബേ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബേ നബി മുഹമ്മദ് മുസ്തഫ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാമോ, ഒരു മഹാനായ അബൂബക്കർ റഷീദ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നിങ്ങൾക്കറിയാമോ? ഹബീബിന്റെ പേര് കേട്ട അബൂബക്കർ ബിൻ റഷീദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നുകൊണ്ട് റസൂലുള്ളാഹിന്റെ പേര് കേട്ട സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അബൂബക്കർ ബിൻ റഷീദ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു. മഹാനായ അബൂബക്കർ ബിൻ റഷീദ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം ഏതെന്നറിയണോ പ്രിയപ്പെട്ട സഹോദരൻ? അല്ലാഹുവിന്റെ പ്രവാചകനായ തിരുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വല്ലാതെ മുഹബ്ബത്ത് വെച്ച
വെച്ച അബൂബക്കർ റഷീദ് റളിയല്ലാഹു അൻഹുയുടെ ചരിത്രം നിങ്ങൾ അറിയണേ പ്രിയപ്പെട്ട സഹോദരാ. അബൂബക്കർ റഷീദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ പ്രവാചകനെ കാണുവാൻ വേണ്ടി മദീനയിലേക്ക് പോകുമ്പോ ആ മദീനയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഹബീബിനെ കാണാൻ വേണ്ടി മഹാനായ അബൂബക്കർ റഷീദ് റളിയല്ലാഹു അൻഹു പോകുമ്പോ എല്ലാവരും ശ്രദ്ധ തരണേ, എല്ലാവരും സദസ്സിലേക്ക് ഇരിക്കുക. സദസ്സിന്റെ മഹത്വം എവിടെയും കിട്ടൂല. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ അബൂബക്കർ റഷീദ് റളിയല്ലാഹു അൻഹു ആ മദീനയിലേക്ക് പോകുമ്പോ രാജാവിന്റെ സ്വപ്നം കാണുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറയാ, അല്ലാഹുവിന്റെ റസൂല് സ്വപ്നത്തിൽ കാണുകയാണ്. അന്നത്തെ രാജാവ് സ്വപ്നത്തിൽ കാണുകയാണ്. അബൂബക്കർ റഷീദ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഒരാള് കടന്നു വരാനുണ്ട്. ആ ആളെ മദീനയിലേക്ക് കയറ്റാൻ പാടില്ല. മഹാനായ അബൂബക്കർ റഷീദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ പ്രവാചകനോട് മുഹബ്ബത്ത് വെച്ചുകൊണ്ട് അബൂബക്കർ റഷീദ് റളിയല്ലാഹു അൻഹു വല്ലാതെ കൊതിച്ചുകൊണ്ട് പോവുകയാ. വല്ലാതെ അല്ലാഹുവിന്റെ റസൂലിനെ പ്രേമി വെച്ചുകൊണ്ട്, പ്രവാചകനെ പ്രേമം വെച്ചുകൊണ്ട്, സ്നേഹിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ പോവുകയാണ്. ഇങ്ങോട്ടാണ് പോകുന്നത്. ഇവിടത്തേക്ക് അല്ലാഹുവിന്റെ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക്, റസൂലുള്ളാഹിന്റെ വഫാത്തായ പുണ്യ മദീനയിലേക്ക് അങ്ങനെ പോകുമ്പോ അവിടെ ഫുള്ള് സെർച്ചിങ് ആണ്, ചെക്കിങ്ങിലാണ്. അപ്പോ എല്ലാവരെയും സെർച്ച് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ബഗ്ദാദിൽ നിന്ന് വരുന്ന എല്ലാവരെയും സെർച്ച് ചെയ്യുകയാണ്. അങ്ങനെ ബഗ്ദാദിൽ നിന്ന് വരുന്ന ഒരു കൂട്ടത്തിൽ ഇതാ ഒരു ഒട്ടിച്ചുളിന്റെ മുഖവുമായി ഒരു വൃദ്ധനായ ഒരു മനുഷ്യൻ കടന്നു വരികയാണ്. ആ വൃദ്ധന്റെ മുഖത്ത് വല്ലാത്ത ഒരു തെളിച്ചമുണ്ട്, വല്ലാതൊരു പ്രകാശമുണ്ട്. പോലീസ് സെക്യൂരിറ്റി ആ തന്റെ കാവൽ ചോദിച്ചു, നിങ്ങളെ പേരെന്താ? അബൂബക്കർ റഷീദ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ റഷീദ് റളിയല്ലാഹു അൻഹു. സ്ഥലം എവിടെയാ? ബഗ്ദാദ്. നിങ്ങളെ ജോലി എന്താണെന്ന് ചോദിച്ചു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അബൂബക്കർ റഷീദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റെ ജോലി എന്താണെന്നറിയണോ? എന്റെ ജോലി ഏതാണെന്നറിയണോ? എന്റെ ജോലിന്റെ പേരാണ് ഹുബ്ബുർ റസൂൽ. ഹുബ്ബുർ റസൂലാണ് എന്റെ ജോലിയാണ്, ഹുബ്ബുർ റസൂൽ. അപ്പോൾ ആ സെക്യൂരിറ്റി പറഞ്ഞു, രാജാവ് പറഞ്ഞ ആള് മൂപ്പര് തന്നെയാണ്. രാജാവ് പറഞ്ഞ ആള് മൂപ്പര് തന്നെയാണ്. ഒരു സെർച്ച് കൂടി നമുക്ക് ചെയ്യാം. ഈ മഹാനായ അബൂബക്കർ റഷീദ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ പേര് കേട്ട വല്ലാത്ത ശബ്ദത്തിൽ നിന്ന് അബൂ റഷീദ് റളിയല്ലാഹു അൻഹു പറയുന്നതല്ലേ, അബൂബക്കർ റഷീദ് റളിയല്ലാഹു അൻഹു പറയുന്നതല്ലേ, നമുക്കൊന്ന് പ്രവാചകന്റെ പേരിൽ സലാത്ത് ചൊല്ലി നോക്കാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കേട്ട ഉടനെ അബൂ റഷീദ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ പേരിൽ സലാത്ത് ചൊല്ലുകയാണ്. അങ്ങനെ ഇതാ സെക്യൂരിറ്റി ഗാർഡന്മാർ ഉറപ്പാക്കുകയാണ്, ഇതാണ് നമ്മുടെ രാജാവ് പറഞ്ഞാൽ. അങ്ങനെ രാജാവിന്റെ അടുത്ത് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. രാജാവ് പറയുകയാണ്, നിങ്ങൾക്ക് മദീനയിലേക്ക് കടക്കാനുള്ള അനുമതിയില്ല. ഇത് കേട്ട ഉടനെ അബൂബക്കർ റഷീദ് റളിയല്ലാഹു അൻഹു ഓടുകയാണ്. ഓടുന്നിടത്ത് ബന്ധിക്കപ്പെടുകയാണ്. സലാത്ത് ചൊല്ലിക്കൊണ്ട് ഒരു ഉപ്പിന്റെ മധുരം അതിൽ തോന്നുകയാണ്. അപ്പോൾ ആ വിറക് വിട്ട് കഴിച്ചു നോക്കുമ്പോ മഹാനായ അബൂബക്കർ റഷീദ് റളിയല്ലാഹു അൻഹു. എന്റെ പ്രിയപ്പെട്ട സഹോദര, ചിന്തിക്കണേ അബൂബക്കർ റഷീദ് റളിയല്ലാഹു അൻഹു. അപ്പോൾ അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വപ്നത്തിൽ വന്നിട്ട് ആ സ്വപ്നത്തിൽ കാണുകയാണ്. എന്താണ് സ്വപ്നത്തിൽ കാണുകയാണ്? എന്താണ് സ്വപ്നത്തിൽ പറഞ്ഞത്? അബൂബക്കർ റഷീദ് റളിയല്ലാഹു അൻഹു എന്ത് കാരണത്താലാണെന്നറിയണോ? മദീനയിൽ എന്ത് കാരണത്താലാണെന്നറിയണോ? കയറ്റാത്തത് എന്ത് കാരണത്താലാണെന്നറിയണോ? അബൂബക്കർ വന്നിട്ട് എന്റെ മദീനയുടെ ആ വഫാത്തായി കിടക്കുന്ന ആ സ്ഥലത്ത് വെച്ച് വന്നിട്ട് അബൂബക്കർ റഷീദ് റളിയല്ലാഹു അൻഹു അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു
വസ്സലാം അലൈക യാ ഹബീബല്ലാഹ്. എന്നാറ്റം അബൂബക്കർ ബിൻ റഷീദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കഴിഞ്ഞ പ്രേമത്താൽ ഞാനങ്ങ് വന്നിട്ട് അബൂബക്കർ റഷീദ് റളിയല്ലാഹു അൻഹുമായിട്ട് ഞാൻ മുസാഫഹത്ത് ചെയ്യുമായിരുന്നു. അബൂബക്കർ റഷീദ് റളിയല്ലാഹു അൻഹുവിനോട് എനിക്ക് വല്ലാത്ത മുഹബ്ബത്താ, വല്ലാത്ത ഇഷ്കാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ മനസ്സിലാക്കണേ. പിന്നെയും ആ വിറക് കെട്ടി നിന്ന് പുറത്താക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദര മനസ്സിലാക്കണേ, ചിന്തിച്ചെടുക്കണേ. അല്ലാഹുവിന്റെ റസൂൽ വന്നിട്ട് പറയാണ്, അബൂബക്കർ റഷീദ് റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, അബൂബക്കറെ നീ വിഷമിക്കണ്ട. ആരും നമ്മെ എതിർക്കാതെ, ആരും നമ്മെ എതിർക്കാത്തൊരു ലോകത്തിലേക്ക് പോകാം. അവിടെ വെച്ചുകൊണ്ട് അബൂബക്കർ റഷീദേ, നിനക്ക് ഞാനൊരു ചുംബനം നൽകാം, നിനക്ക് ഞാനൊരു മുത്തം നൽകാമെന്ന് മഹാനായ അബൂബക്കർ റഷീദ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ചുംബന സമരം നടത്താനല്ല നമ്മൾ തയ്യാറാവേണ്ടത്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചുംബനം നമുക്ക് വേണോ? പ്രവാചകന്റെ കൂടെ നമുക്ക് പോണോ? മഹാനായ അബൂബക്കർ റഷീദ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നിങ്ങൾക്കറിയണ്ടേ പ്രിയപ്പെട്ട സഹോദര? അന്യ പെണ്ണുമായി, അന്യ ആണുമായി കൊണ്ട് ടൗണേരികളെല്ലാം പൊതുസ്ഥലത്ത് വെച്ചുകൊണ്ട്, ഈ കൊച്ചി എന്നില്ല, കാസർഗോഡ് എന്നില്ല, അവിടെ വെച്ചുകൊണ്ട് അന്യ പുരുഷനുമായി കൊണ്ട് ചുംബിക്കുമ്പോ ചിന്തിക്കണേ ലോക സമുദായമേ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞില്ലേ, ഒരു പൊതുസ്ഥലത്ത് വെച്ച് ചുംബനം നടക്കുന്നത് വരെ ലോകാവസാനം ഉണ്ടാകില്ലെന്ന് ഹബീബേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ദിക്കണേ എന്റെ പ്രിയപ്പെട്ടവരെ, ദിക്കണേ, മനസ്സിലാക്കണേ. നിങ്ങൾ ഇവിടെ കണ്ടോ? നിങ്ങൾ ഇവിടെ കണ്ടോ? ഇൻഷാ അല്ലാഹ് ഇന്ന് എല്ലാവരും നയിച്ചു, എല്ലാവരും നയിച്ചു. പ്രശ്നമുണ്ടോ? വയസ്സായ ആൾക്കാരൊക്കെ ഇരുന്നോളി, വയസ്സായ ആൾക്കാരൊക്കെ ഇരുന്നോളി, വയസ്സായ ആൾക്കാരൊക്കെ ഇരുന്നോളി. കാലിനൊക്കെ വേദനയുള്ള പാപ്പന്മാരൊക്കെ ഇരുന്നോളി. ഉമ്മമാരൊക്കെ നീച്ചോളി, ഉമ്മമാരൊക്കെ ഇരുന്ന് കുറച്ച് ആഫിയത്തുള്ള ആൾക്കാരല്ലേ ചെറിയൊരു ദുആ നടത്താൻ. റഹ്മാനുറഹീമായ രാജസീതായ അല്ലാഹു, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോർക്ക് നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോർക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. നിങ്ങൾ ഈ പരിസരത്തൊന്നല്ലല്ലോ, ഞാനെന്താ പറഞ്ഞേ നിങ്ങൾക്ക് മനസ്സിലായോ? അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് നീ ദീർഘായുസ് കൊടുക്കണേ. നിങ്ങൾ ഈ ലോകത്തല്ലല്ല, നിങ്ങൾ എവിടെയോ ഉള്ള. ഞാനിവിടെ ഇങ്ങനെ വയലു പറയാ, കുറച്ചാളെ ശ്രദ്ധിച്ചേക്കും ആരും ഇങ്ങോട്ടൊന്നും ശ്രദ്ധിക്കുന്നില്ല. നമുക്ക് നിങ്ങളൊക്കെ ഏതോ ലോകത്തെന്ന് പറയാ. ആമീൻ. ആര് മരിച്ച കാര്യം നമുക്ക് ഏതോ അറിയുമ്പോ ആമീൻ പറയണോ, കേൾക്കുമ്പോ എന്തെങ്കിലും പറയണോ? അതിൽ കഴിഞ്ഞ് ഉസ്താദിന്റെ കുറ്റം കുറവൊക്കെ ഉമ്മമാരൊക്കെ ഓരോന്ന് പറയാനും. അയ്യോ, അച്ചക്കൻ വല്ലാതെ പറഞ്ഞാലപ്പോ കുറച്ച് സമയം കൂടുതൽ പറഞ്ഞു. എന്നാലും പോരാ, നമ്മളെ കുറിച്ച് വല്ലാത്ത കുറ്റം ഉപ്പമാരൊക്കെ. ഉമ്മമാരിപ്പോ എനിക്ക് ചിന്തിക്കാം, ചന്ദ്രമ എന്തായി പഠിച്ചോനെ, അല്ല ഇപ്പൊ എന്താ ചെയ്യാ പഠിച്ചോനെ, പരസ്പരം എന്തായി അല്ല, ചങ്ങായിന്റെ വയതുകൊണ്ട് ഇപ്പൊ ഇല്ല കൊള്ളായല്ല. ഉപ്പമാർക്ക് കണക്കൂട്ട 1, 2, 3, 4 അടക്കന്റെ കണക്ക്, 3 തേങ്ങ എന്റെ പോലെ പഠിച്ചോനെ. 2 ചക്കന്റെ ബാക്കിയുണ്ടല്ലോ, ഉമ്മമാരാവും കണക്കൂട്ടിയോ, ഉപ്പമാരാവും കണക്കൂട്ട. 1 ചക്ക കുറഞ്ഞിട്ടുണ്ട്, അവൻ കണക്കൂട്ട്. ഇവിടുന്ന് ഞാൻ ഇങ്ങനെ തൊള്ളയും തുറന്ന് വയറ് പറയാം. ബഹുമാനം നിൽക്കാം. പിന്നെ പ്രായമുള്ള ആൾക്കാർക്ക് ഓർമ്മശക്തിയും കുറച്ച് കുറവല്ലേ, അവർക്കിത് കേൾക്കുക, അത് വിടുകയും ചെയ്യുക. പിന്നെ ആർക്കും വേണ്ടാണ്ട് ഞാൻ ഇങ്ങനെ പറയുന്നത് അല്ലേ? നമ്മള് അത് പറയുമ്പോൾ അത് ശ്രദ്ധിക്കുക. അല്ലാഹു തആല കബൂലാക്കട്ടെ. നിങ്ങൾ എത്ര ആൾക്കാരെ ആമീൻ പറഞ്ഞു നോക്കിയാൽ, എത്ര ആൾക്കാരെ ആമീൻ പറഞ്ഞു നോക്കിയാൽ, നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാൻ നിങ്ങളെയൊക്കെ ഒന്ന് നോക്കണം. നിങ്ങൾ ഇവിടെ തന്നെയാണോ ദുനിയാവ് തന്നെ ഉണ്ടോ? അല്ലാഹു തആല കബൂലാക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകനായ തിരുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നമ്മൾ ഇഷ്ക്, നമ്മുടെ മുഹബ്ബത്ത് അധികരിപ്പിക്കുക.
അതിന് അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതിന് അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതിന്റെ ഒരു ഉദാഹരണമല്ല മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം അറിയണോ പ്രിയപ്പെട്ട സഹോദര? ചിന്തിക്കണേ, മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം അറിയണോ? ശത്രുക്കളുടെ വലയിലകപ്പെട്ട മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹു, ശത്രുക്കളിൽ പിടിക്കപ്പെട്ട ഹുബൈബ് റളിയല്ലാഹു അൻഹു അങ്ങനെ ഹുബൈബിനോട് ചോദിക്കുകയാണ്, അല്ലയോ ഹുബൈബേ, ഈ സ്ഥാനത്ത് മുഹമ്മദാണ് വേണ്ടതെന്ന് പറഞ്ഞ തൂക്കുമരത്തിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് മരണം തന്റെ മുന്നിൽ കാണിച്ചുകൊണ്ട് മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്ന വാക്കാ, അല്ലയോ ഹുബൈബേ, ഈ സ്ഥാനത്ത് മുഹമ്മദാണ് വേണ്ടതെന്ന് പറഞ്ഞ ഹുബൈബേ, ഹുബൈബേ, നിന്നെ ഞങ്ങളെ വിട്ടേക്കാ. ഹുബൈബിനെ ശത്രുക്കൾക്ക് പോലും വല്ലാത്ത ഇഷ്ടമാ, ഹുബൈബിനെ വല്ലാത്ത മഹബത്താ, ഹുബൈബിനോട് എല്ലാവർക്കും വല്ലാത്ത സ്നേഹമാ. അങ്ങനെ മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ തൂക്കിലേക്ക് പടുന്ന സമയത്ത് ഹുബൈബിനോട് ചോദിക്കുകയാ, ഹുബൈബേ, ഈ സ്ഥാനത്ത് മുഹമ്മദാ വേണ്ടതെന്ന് പറഞ്ഞ ഹുബൈബേ, നിന്നെ ഞങ്ങൾ വിട്ടേക്കാം ഹുബൈബേ എന്ന് പറഞ്ഞപ്പോ ഹുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കെന്താ? കൽബ് പൊട്ടിപ്പോയ സഹോദര, എന്റെ ഉസ്താദ്, പ്രിയപ്പെട്ട ഉസ്താദ് ഇങ്ങനെ പറഞ്ഞു തരുമ്പോ മനസ്സ് പോലും വേദനിച്ചു പോയി. നമുക്കുണ്ടോ ഈ ഇഷ്ടം? നമുക്കുണ്ടോ? മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്താ? എന്റെ ഹബീബിന്റെ കാൽപാദത്തിന്റെ അടിയില് ഒരു മുള്ളു പോലും തുറക്കുന്നത് അതുപോലും എനിക്ക് സഹിക്കൂല, അതുപോലും എന്റെ കൽബിന് താങ്ങൂല, അതുപോലും എനിക്ക് സഹിക്കൂല. എന്റെ കാസർഗോഡ് മണ്ണിലെ പ്രിയപ്പെട്ട മക്കളെ, പൃഥ്വിരാജിന്റെ കൂടെ കല്യാൺ സിൽക്സിന്റെ ജ്വല്ലേഴ്സിന്റെ ഉദ്ഘാടനത്തിന് വന്നപ്പോ സെൽഫി എടുത്ത പ്രിയപ്പെട്ട മക്കളെ മനസ്സിലാക്കണേ, ഉന്തിക്കൊടുക്കുകയാണ്. പൃഥ്വിരാജിന്റെ ശരീരത്തിലേക്ക് ഉന്തിക്കൊടുക്കുക, ഉമ്മ തന്നെ ഉന്തിക്കൊടുക്കാണ് തന്റെ മകളെ. എന്റെ പ്രിയപ്പെട്ട മക്കളെ, കൽബ് പൊട്ടിപ്പോയി, മനസ്സ് പോലും വേദനിച്ചു പോയി. ഞങ്ങളെ ഓരോ ഉസ്താദുമാരല്ലേ പർദ്ദ ധരിച്ചുകൊണ്ട് അന്യപുരുഷന്റെ കൂടെ സെൽഫി എടുക്കുമ്പോ കൽബൊന്ന് വളർന്നു പോയി. ലജ്ജയില്ല പെങ്ങളെ, ലജ്ജയില്ല, ലജ്ജയില്ലേ? ലജ്ജയില്ലാത്ത പെണ്ണ് ഉപ്പില്ലാത്ത കറി പോലെയാണ്. അങ്ങനെയുള്ള പെണ്ണല്ലേ നമ്മൾ അന്യപുരുഷന്റെ കൂടെ സിനിമാ നടന്മാരുടെ കൂടെ ഒപ്പരമിരുന്നു കൊണ്ട് സെൽഫി എടുക്കുമ്പോ? എന്റെ പെങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, അൽ മർഅ മഅ മൻ ഹബ്ബാ, നീ ആരെയാണോ ഇഷ്ടവെക്കുന്നത് അവരുടെ കൂടെയാണെന്ന് ലോകത്തിന്റെ പ്രവാചകൻ പറഞ്ഞപ്പോ എന്റെ പ്രിയപ്പെട്ട കാസർഗോഡിലെ പെങ്ങളെ, ഈ സദസ്സിലുണ്ടാകുമവർ, ഈ സദസ്സിലുണ്ടാകാൻ സാധ്യതയുണ്ട്. കാസർഗോഡ് എന്നുള്ള വാർത്ത അറിഞ്ഞപ്പോ വാട്സപ്പിലൂടെ അത് കണ്ടപ്പോ മനസ്സ് പോലും വേദനിച്ചു പോയി. പർദ്ദ ധരിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ മനസ്സിലാക്കണം, പർദ്ദ ധരിച്ച് മഫ്ത വിട്ട പെണ്ണാണ് പൃഥ്വിരാജിന്റെ കൂടെ ഇരുന്ന് ഫോട്ടോ എടുക്കുന്ന. ചിന്തിക്കണം, നമ്മൾ മനസ്സിലാക്കണം, നമ്മളൊന്ന് മനസ്സിലൂടെ ഒന്ന് ഓടിച്ചു നോക്കണം. അന്യ പുരുഷന്റെ മുന്നിൽ ലജ്ജില്ലാതെ നിന്നില്ലേ? ഉള്ള കാക്കട്ടെ, പഠിച്ചോ, നമ്മയൊക്കെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമുക്കൊക്കെ നല്ല ബുദ്ധി തരട്ടെ. നമ്മുടെ കാസർഗോഡ് ഉമ്മമാർക്കൊക്കെ അള്ളാഹു അനുഗ്രഹം, നല്ല ബുദ്ധിയും നല്ല വിവേകവും അള്ളാഹു കൊടുക്കട്ടെ. ഹറാമാണ് ഏതാണ്, ഹലാൽ ഏതാണെന്നുള്ള ചിന്ത അള്ളാഹു തആല കൊടുക്കട്ടെ. അല്ലാതെ എല്ലാ തോന്നിവാസത്തിനും ഇന്ന് മുസ്ലിം സമുദായത്തിൽ ഉമ്മമാരുണ്ടാകും അല്ലേ? അവിടെ നോക്കിയാലും ബസ് സ്റ്റോപ്പിലും ടൗണിലൊക്കെ ഇന്ന് എവിടെ നോക്കിയാലും ഉമ്മയല്ലേ? വവ്വാലിന്റെ പർദ്ദ ധരിച്ചുകൊണ്ട് നഗരസഭന്റെ വണ്ടി പോകുന്ന പോലെ ഒരു സൈഡിലൂടെ പോകും. ആ സൈഡുള്ള ഒളച്ചേന് അപ്പുറത്തെ സീബ്രാലൈനോടെ കിടക്കും, സീബ്രാലൈനും തുടച്ച് വൃത്തിയാക്കും. പിന്നെ ഇപ്പുറത്തെ സൈഡിലൂടെ പോകും, പർദ്ദ പർദ്ദ. ഉമ്മമാര് പറയും, എന്തിനാ ചങ്ങായി നമ്മൾ പറയുന്നത്, നമ്മൾ ലൂസ് പർദ്ദയല്ലേ, ഏതെങ്കിലല്ലേ? നിങ്ങൾ ലൂസ് പർദ്ദയാക്കിയിരുന്നതാണ് പ്രശ്നമില്ല, നിങ്ങൾ എന്തിനു വേണ്ടി ഇരുന്നതാണ്? മോഡലല്ലേ, മോഡലല്ലേ? എന്റെ സാറ് പറയാണ്, ഈ വവ്വാലുകൾ കടവാത് ഇവിടെ എന്താ പറയാന്നറിയില്ല. ഒരു ദിവസം എന്റെ ഉസ്താദോ അറക്കൽ അബ്ദുറസാഖ് ദാരിമി ഉസ്താദ് സ്ഥലത്ത് വയലിന് പോയി. കാസർഗോഡ് ജില്ലയാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു കൊക്ക് എന്ന് ആര് പറഞ്ഞു? എന്റെ ഉസ്താദ് പറഞ്ഞു. അടുത്ത നാട്ടിൽ കൊക്ക് എന്ന് പറഞ്ഞാല് ചിലക്ക് മനസ്സിലേക്കാണ്. കൊക്ക് എന്ന് പറഞ്ഞാൽ വേറെ ഒരു വ്യത്യസ്ത വാക്കാണ്. അപ്പൊ നമ്മുടെ കണ്ണൂർ ജില്ലയിലേക്ക് പറയാം കൊക്ക്, കൊക്ക് അങ്ങനെയാണ്.
അതേപോലെ തന്നെ ഞാനിങ്ങനെ ഓരോ സോഴ്സിലേക്ക് കുടകി ജില്ലയാണ് അവിടുന്ന് ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ നേരത്തെ ചോദിച്ചതിൻ്റെ കാര്യം ഒന്ന് പറയുന്നു നോക്കുമ്പോൾ അവിടെ പറയുന്നു പറഞ്ഞാൽ അത് വേറെ വാക്കാം സുബ്ഹാനല്ലാഹ് ആരും ഒന്നും മിണ്ടുന്നില്ല എല്ലാവരും തുടിച്ചു നോക്കുക ഇങ്ങനെ നോക്കുക അങ്ങനെ കുറിച്ചു എന്താപ്പാ ഇവിടെ എന്താ എല്ലാവരും ഇങ്ങനെ നോക്കണേ ഇങ്ങനെ നോക്കുക കുറിച്ചു എന്താപ്പാ ഒരാളെൻ്റെ അടുത്തൊന്നും ഇവിടെ പറയാന്ന് പറഞ്ഞാൽ വേറൊരു വാക്കാണ് ഇവിടെ നിങ്ങൾ കൊക്ക് എന്ന് പറയുന്ന പോലത്തെ വാക്കാണ് അവിടെ പറയാന്ന് പറഞ്ഞത് കൊക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചില ആൾക്കാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഇൻഷാ അല്ലാഹ് അതേപോലെയുള്ളൊരു വാക്കാണത് ഭാഷകളൊക്കെ കുറെ വ്യത്യാസം ഉണ്ടാവും പൊരുത്തപ്പെട്ട് തന്നെ തെറ്റൊക്കെ ഉണ്ടോ പൊരുത്തപ്പെട്ട് തരണം ഇൻഷാ അല്ലാഹ് കബൂലാക്കട്ടെ സ്വീകരിക്കട്ടെ ഇന്നത്തെ കാലഘട്ടത്തിൽ അതല്ലേ വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെയാണ് അതുകൊണ്ടല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ കല്യാണത്തിന് ഒരു പാവപ്പെട്ട കുടുംബത്തിലുള്ള പെണ്ണ് 1:45 പെരിയോടി എന്ന പ്രദേശത്ത് വെച്ച് സെൽഫി എടുക്കാൻ കൂട്ടിക്കൊണ്ടുപോയതാണ് സെൽഫി എടുത്ത് അപ്പുറത്തോട്ട് പോയി അവിടുന്ന് സെൽഫി എടുത്ത് അപ്പുറം നല്ല സ്പേസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ടുപോയി അപ്പുറം കൊണ്ടുപോയി അങ്ങനെ കൊണ്ടുപോയി വെയിറ്റ് കയറ്റി യാതൊരു സൂറ ഇതാ മനുഷ്യന്മാരവസ്ഥ ഉച്ചയ്ക്ക് എല്ലാവരും ഭക്ഷണം കഴിക്കുക അതിന്റെ ഭക്ഷണത്തിന്റെ തരത്തിൽ പെണ്ണിനെ നോക്കൂലല്ലോ ഒന്ന് ചങ്ങാഴ്ചകൾ വന്നു ഇവിടെ സെൽഫി എടുക്കാം അവിടെ എടുത്ത് കുറച്ച് അങ്ങോട്ടുണ്ട് ആടുന്ന് സെൽഫി എടുത്ത് അവസാനം ഒരു ഇടവയിൽ മോനുവിന്റെ ചങ്ങായിമാരും വണ്ടി എടുത്തിട്ടുണ്ട് വയ്ക്കുമ്പോൾ കയറി യാതൊരു സുഖമാണ് ഒരു വണ്ടി അവിടെ പരിസരത്തെ നിന്ന് മലപ്പുറം ഭാഷയിൽ എൻ്റെ വാപ്പാന്റെ നാട്ടിൽ മണ്ടി എന്ന് പറയും കൂടി ഇവിടെ എന്താ പറയാ മണ്ടാന്ന് പറഞ്ഞാൽ മണ്ടി എന്ന് പറഞ്ഞാൽ കണ്ണൂർ ജില്ലയിലെ ഒരു സാധനമാണ് ഭക്ഷണം കഴിക്കുന്ന ഒരു സാധനം കുറെ സ്ഥലത്ത് കുറെ ഭാഷകളാണ് ഇതങ്ങ് പോയി സുബ്ഹാനല്ലാഹ് ഇങ്ങനെയുള്ള അവസ്ഥയാണ് ഇങ്ങനെയുള്ള ഓരോ ഉമ്മമാരുടെ അവസ്ഥ ഇങ്ങനെയാണ് കാസർഗോഡ് പിന്നെ ഒളിച്ചോടിയതിന്റെ കാര്യം പറഞ്ഞാൽ തീരൂല ഇന്ന് ഞാൻ റസൂലുള്ളാഹിനെ കുറിച്ച് വയലുപറയലുണ്ടാവില്ല ഒളിച്ചോടിനെ കുറിച്ച് വയലുപറയുന്നു അത്രക്കുണ്ട് എവിടെ നോക്കിയാലും എന്ത് നോക്കിയാലും കാസർഗോഡാണ് ഇപ്പൊ എന്നെ തല്ലോ അറിയില്ല കാസർഗോഡിനെ കുറ്റം പറഞ്ഞിട്ട് എനിക്കും തല്ലിട്ടോന്ന് അറിയില്ല അള്ളാഹുവേ നീ കാക്കണേ കുറച്ചോണേ അള്ളാഹുവേ നീ കാത്ത് രക്ഷിക്കണേ അള്ളാ ഇപ്പോ കാസർഗോഡിനെ കുറിച്ച് ഞങ്ങളുടെ നാടിനെ പറയാനാകുന്നില്ല തല്ലാൻ വന്നേ വാങ്ങാനുള്ള ശേഷിയൊന്നുമില്ല കുറച്ച് വണ്ണം വെക്കട്ടെ ഒരു വിഷയമില്ല എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്ന കാര്യങ്ങൾ പ്രവാചകൻ നമ്മോട് എന്ത് പറഞ്ഞു അത് നമ്മൾ ചെയ്യാം ഇതിന് അള്ളാഹു തൗഫീഖ് നൽകട്ടെ ഇതിന് അള്ളാഹു താര നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ നമ്മളിന്ന് നടന്മാരെയും നടിമാരെയും മറ്റുള്ളവരെയൊക്കെ സ്നേഹിച്ച് ലാളിച്ച് കൊതിപ്പിച്ച് എല്ലാം നമ്മൾ ചെയ്യുമ്പോൾ നമ്മളിന്ന് സെൽഫി എടുക്കുവാനും അവരെ കാണുവാനും അവരുടെ ഓട്ടോഗ്രാഫ് ലഭിക്കുവാനും നമ്മളൊക്കെ നിന്ന് നടക്കുക അതിനു വേണ്ടിയല്ലേ നമ്മുടെയൊക്കെ ഓട്ടവും ചാട്ടവും നടത്തവും ഈ സിനിമാ നടിയെ കാണുമ്പോ എല്ലാം നമ്മുടെ സീരിയലിനും സിനിമക്കും വേണ്ടിയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഓരോരുത്തരും തയ്യാറാവുന്നത്. ഇന്ന് തന്നെ സെൽഫോണിൽ വിളിക്കുമ്പോൾ തന്നെ കേൾക്കാം സിനിമാ പാട്ടുകളുടെ ഓരോ രാഗങ്ങളായി എന്റെ കൽവല്ല ഫാത്തിമ എന്റെ നഞ്ചല്ല ഫാത്തിമ അങ്ങനെയുള്ള പാട്ടുകൾ വെച്ചിട്ടുണ്ടാവും സെൽഫോണിലേക്ക് വെക്കുന്നത്. അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ, പടച്ചതമ്പുരാ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളെക്കാളും നമ്മുടെ ഭാര്യയെക്കാളും നമ്മളൊക്കെ ആരെയാ സ്നേഹിക്കേണ്ടത്? എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, എന്റെ ഭാര്യയെക്കാളും എന്റെ മക്കളെക്കാളും എല്ലാത്തിനേക്കാളും എന്റെ ഹബീബിനെ എനിക്ക് വല്ലാതെ ഇഷ്ടമാ, എന്റെ ശരീരം ഒഴിച്ച ഹബീബിനെ വല്ലാതെ ഇഷ്ടമാ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളുടെ സ്വന്തം മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും മറ്റു എല്ലാ ജനങ്ങളെക്കാളും എന്നെ സ്നേഹിക്കുന്നതുവരെ നിങ്ങളിൽ ഒരാൾ മുഅ്മിനാവുകയില്ലെന്ന് ലോകത്തിന്റെ പ്രീതരായ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, പൃഥ്വിരാജിന്റെ കൂടെ സെൽഫി എടുത്തിട്ട് പൃഥ്വിരാജിന്റെ കൂടെ സെൽഫി എടുത്ത് നടിമാരുടെ ഓരോ കൂട്ടിന് നമ്മൾ നിന്നിട്ട് എങ്ങനെയാ അള്ളാഹുവിന്റെ പ്രവാചകനെ ഇഷ്ക് വെക്കാതെ നമ്മളെങ്ങനെയാ മുഅ്മിനാകുന്നത്? മത്സരത്തിലേക്ക് കയറി ചെല്ലുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പ്രവാചകനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ഒരാൾ വന്ന്
ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, എന്താണ് യാ റസൂലല്ലാഹ് ലോകാവസാനം ഉണ്ടാകുന്നത്? എന്താണ് യാ റസൂലല്ലാഹ്, എപ്പോഴാണ് ലോകാവസാനം ഉണ്ടാകുന്നത്? അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, നിങ്ങൾ ലോകാവസാനത്തിന് വേണ്ടി എന്തെങ്കിലും കരുതി വെച്ചിട്ടുണ്ടോ? ലോകാവസാനത്തിന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും കരുതി വെച്ചിട്ടുണ്ടോ? കരുതി വെച്ചിട്ടില്ല. ഞാൻ ഫർളൊക്കെ നിസ്കരിക്കും, ഫർള് നിസ്കാരമുണ്ട്, ഫർള് നോമ്പ് നോക്കും. പക്ഷെ സുന്നത്ത് നിസ്കരിക്കാറ് കുറവാണ്, സുന്നത്ത് നോമ്പ് നോക്കൽ കുറവാണ്. പക്ഷെ ഞാനൊരു കാര്യം ചെയ്യാറുണ്ട്, ഞാൻ ഹുബ്ബ് ചെയ്യും അള്ളാഹുവിനെയും റസൂലിനെയും. അള്ളാഹുവിന്റെയും റസൂലിനെയും എനിക്ക് വല്ലാതെ ഇഷ്ടമാണ്, വല്ലാത്ത മുഹബ്ബത്താണ്. അല്ലാതെയാണ് നബിയും റസൂലുള്ളാഹിനോടും അള്ളാഹുവിനോടും റസൂലുഹു അവന്റെ റസൂലിനോടും വല്ലാതെ ഇഷ്ടമാണ്, വല്ലാത്ത മുഹബ്ബത്താണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, വല്ലാതെ ഇഷ്ടവും മുഹബ്ബത്തുമാണ്. അപ്പൊ പറഞ്ഞു, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അൽ മർഅ മൻ ഹബ്ബ, നീ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവരുടെ കൂടെയായിരിക്കും, അവരുടെ കൂടെയായിരിക്കും. ഞാൻ പുത്തൂറമ്പ് സ്കൂൾ പുത്തൂർ, പുത്തൂറമ്പിന് വലിയ പരിചയം ഉണ്ടാവുമല്ലോ, എല്ലാവരും അറിയപ്പെട്ട നാളാണ് പുത്തൂറമ്പ്. അപ്പൊ ഈ പുത്തൂറമ്പില് തുക്കുലാങ്ങാടി എന്ന പ്രദേശത്ത് സ്കൂൾ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. എന്റെ KHS വിദ്യാർത്ഥികൾ ഒരു പുതിയ ചാർലി എന്ന് പറയുന്ന ദുൽഖർ സൽമാന്റെ ഒരു പുതിയ സിനിമ ഇറങ്ങി. ഇവർക്ക് വട്ടാണോ വന്നത് അല്ലെങ്കിൽ മാനസികമാണോ വന്നത് എന്ന് ഞാൻ ആലോചിച്ചു. നമുക്കൊക്കെ പിന്നെ നിങ്ങൾ ഹാലിലായാൽ പിന്നെ നമ്മൾ ഇവിടെ കയ്യിൽ എഴുതി വെക്കും, കാടിൽ എഴുതി വെക്കും, ബാഗിൽ എഴുതി വെക്കും, ചെരുപ്പിന്റെ അടിയിൽ എഴുതി വെക്കും. കുപ്പായം വാങ്ങി, അതിന്റെ പാന്റ് വാങ്ങി, അതിന്റെ ഷഡ്ഡി വാങ്ങി, അതിന്റെ തൊപ്പി, അല്ല എന്തൊക്കെ കിട്ടുമോ അത് മുഴുവനും വാങ്ങും. സ്കൂളിൽ വന്നിട്ട് എന്റെ അടുത്തിരിക്കുന്ന കുട്ടി പറഞ്ഞു, മിസ്സവേ അതങ്ങനെയായിരുന്നു, ഞാൻ പോയി ടാക്കീസിൽ പോയി അടിച്ചു പൊളിച്ച് നല്ല രസം. ടാക്കീസ് കാണുന്ന വല്ലാത്ത രസട്ടോ, ടാക്കീസിൽ കാണുന്ന വല്ലാത്ത രസം. തലശ്ശേരി AC നിന്ന് അതങ്ങ് കണ്ടപ്പോ അവിടെ നിന്നിട്ട് ചാർലി സിനിമയും കണ്ടിട്ട് മൂപ്പര് പറയാ, എന്താ ഒരു രസം. ചിന്തിക്കണം എന്റെ പ്രിയപ്പെട്ടവരെ. എന്റെ എത്ര വയസ്സേ ഉള്ളൂ? 13 വയസ്സ്. കുട്ടി പറയാ, ചാർലി സിനിമ തലപ്പരാന്ത് തലക്ക് പിടിച്ചെന്ന് തോന്നുന്നു. നമ്മളെ പിന്നെ ഒരു കഞ്ചാവൊക്കെ തലക്കയിലുള്ള ഭക്ഷണം ഉണ്ടല്ലോ, എന്തൊക്കെയോ പറയാം. അതേ ഒരു ഇതാണ് ദസ്ബിയാരുടെ ദിഗ്രി ചെല്ലുന്നത് പോലെ ഇങ്ങനെ ചെല്ലും. ചാർലി ചാർലി വന്ന ആളും അങ്ങനെയാണ്. ദുൽഖറിന്റെ പിക്കങ്ങനെ എങ്ങനെയാന്നിട്ട് കുറെ മണ്ടലും പടായി കിട്ടിയിട്ടുണ്ട്. സ്കൂളിൽ വരുന്നത് അതിനാ. ചുമരുമ്പരം മുഴുവൻ നിങ്ങള് സ്കൂളിൽ വന്നോളി കാണിച്ചുതരാം. ചെരുപ്പിന്റെ അടിയിൽ വരെ എഴുതി വെച്ച് സുബ്ഹാനല്ലാഹ്, ബാബു കാക്കട്ടെ, പടച്ചോൻ കാക്കട്ടെ. നബിദിനത്തിന് ഇന്ന് മുമ്പ് ഞാൻ അവന്റെ വീട്ടിൽ പോയിരുന്നു. അവന്റെ ഉമ്മ പറഞ്ഞു, ഈ ഒരു പാട്ടോ ഒരു പ്രസംഗമോ അവന് പറഞ്ഞു കൊടുക്കണം, നബിദിനത്തിന് പാടാൻ. അപ്പൊ ഞാൻ പറഞ്ഞു കൊടുത്തപ്പോൾ പറഞ്ഞു, എനിക്ക് മടിയാണ് നബിദിനത്തിനൊക്കെ പാട്ട് പാടാൻ, അതൊന്നും മടിയാനാണ്. ചാർലി സിനിമ കാണാനും പോകാനുള്ള എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. പക്ഷെ സുൽത്താന്റെ അത് വരുമ്പോ ആർക്കും ഒരാൾക്ക് പാടാനോ ഒന്നിനും നമുക്ക് കഴിയില്ല, അല്ലേ? സുൽത്താന്റെ മദത് പാടാനോ അത് കേൾക്കുന്ന സ്ഥലത്ത് ഇരിക്കാനോ നമുക്കൊക്കെ ഉച്ചിരിപ്പാടെടുക്കുന്നുണ്ടാവും, ഇതൊക്കെ വാങ്ങുന്നുണ്ടാവും, കേൾക്കുന്നുണ്ടാവും. അപ്പൊ ചങ്ങായി നിർത്തുകയെന്ന് വെച്ചിട്ട് കാരണം ഉറക്കം വരുന്നുണ്ട്. നിങ്ങൾ തുടങ്ങിയ സമയം വല്ലാതെ ഇപ്പൊ നിർത്തിയിട്ട് ഞാൻ വീട്ടിലെത്തേണ്ട സമയം. നിങ്ങളൊക്കെ കൂടി തുടങ്ങിയ 10 മണിക്ക്. അപ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകനോട് നമ്മൾ ഇഷ്ടവെക്കുക, പ്രവാചകനോട് ബഹബത്ത് വെക്കുക. അങ്ങനെ പ്രവാചകനോട് ഇഷ്ടവെച്ച് നമുക്ക് ഇൻഷാ അല്ലാഹ് വഫാത്തിലേക്ക് കിടക്കാം, റസൂലുള്ളാഹിന്റെ വഫാത്തിലേക്ക് കിടക്കാം. നീട്ടി പറയുന്നില്ല. അപ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, പ്രകാശം പോയി മറന്നോ മദീനയിൽ പെയ്തൊഴിഞ്ഞോ ഹബീബുള്ളാഹേ പിരിഞ്ഞോ. പ്രകാശം പോയി മറന്നോ മദീനയിൽ പെയ്തൊഴിഞ്ഞോ ഹബീബുള്ളാഹേ പിരിഞ്ഞോ. ചിന്തിച്ചു നിൽക്കും ആദരം കണ്ട
മനസ്സും മാറുന്നു താപിച്ചു നിൽക്കും ആദരമോടെ സിദ്ദീഖവരും തേങ്ങുന്നു അഗാധമായി മദീനയിൽ ഹബീബ് പോയി മറഞ്ഞോ അല്ലാഹുവിന്റെ പ്രവാചകനായ ലോകത്തിന്റെ ദൂതനായ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ലോകത്തോട് വിട പറഞ്ഞപ്പോ സഹാബികളാകെ കണ്ണീരില അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കണ്ണീരില ഉമർ റളിയല്ലാഹു അൻഹു കണ്ണീരില മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഊരിപ്പിടിച്ച വാളെടുത്തുകൊണ്ട് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ് എന്റെ ഹബീബ് വഫാത്തായെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവന്റെ തലല വെട്ടിയെടുക്കുന്നതാ, എന്റെ ഹബീബ് വിശ്രമിക്കാൻ പോയതാ, എന്റെ ഹബീബ് ഉറങ്ങാൻ പോയതാ എന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ ലോകത്തിന്റെ പ്രവാചകൻ വിട പറയുന്നതിന് മുമ്പ് ഈ ലോകത്തിന്റെ റസൂലുള്ളാഹിന്റെ റൂഹ് പിടിക്കുന്ന സമയത്ത് ഫാത്തിമ ബീവിയുടെ അടുത്ത് ആയിഷ ബീവിയുടെ അടുത്ത് ഫാത്തിമ ബീവി ആകെ പൊട്ടി കരയുകയാണ്. എന്റെ വാപ്പാന്റെ വേദന, എന്റെ വാപ്പാന്റെ വേദന, എന്റെ വാപ്പാന്റെ വേദന എന്ന് പറഞ്ഞിട്ട് പൊന്നാര മോളായ ഫാത്തിമ ബീവി പൊട്ടിക്കരയുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂലുള്ളാഹിന്റെ റൂഹ് പിടിക്കുന്ന സമയത്ത്, അല്ലാഹുവിന്റെ റസൂലുള്ളാഹിന്റെ അസ്രായിൽ വന്ന് റൂഹ് പിടിക്കുന്ന സമയത്ത് റസൂൽ ചോദിക്കുകയാണ്, മരണത്തിന്റെ ഇത്രയും വേദനയുണ്ടോ അസ്രായിലെ? വെള്ളിയിൽ നിന്ന് ഞാൻ എങ്ങനെയാണോ നൂലെടുക്കുന്നത് അതുപോലെയാണ് നബി തങ്ങളെ റൂഹ് പിടിക്കുന്നതെന്ന് പറഞ്ഞപ്പോ എന്റെ ഉമ്മത്തിന്റെ വേദനയും കൂടി എനിക്ക് തന്നെ എന്ന് പറഞ്ഞ ലോകത്തിന്റെ പ്രവാചകനായ അസ്റഫുൽ ത്വാഹ നബിയേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മരണത്തിന്റെ സമയത്ത് പോലും എന്റെ ഉമ്മത്തി എന്ന് പറഞ്ഞ ലോകത്തിന്റെ പ്രവാചകൻ എന്റെ പ്രിയപ്പെട്ട സഹോദരയെ നമ്മളെ സ്നേഹിക്കേണ്ടത് സിനിമ കളിക്കുന്ന സിനിമാ നടന്മാരെയോ സിനിമാ നടന്മാരോട് ഇഷ്ട വെച്ചിട്ട് അവർ നമ്മളെ മുഹബത്ത് വെക്കുമ്പോ നാളെ അല്ലാഹുവിന്റെ മഹ്ശറയുണ്ടല്ലോ യൗമൽ ഖിയാമത്ത് ഖുഫാതൻ റാബൻ ഔലാ നബിയുനാ ഷഫീഉനാ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ചാണകര സൂര്യൻ ഇങ്ങനെ കത്തിജലിക്കുന്ന ചെമ്പിന്റെ പാത്രത്തിന്റെ അടിയില് തലച്ചോറ് മുഴുവൻ പതച്ചെറിയുന്ന സ്ഥലമുണ്ടല്ലോ. ഒരു ചാണകര സൂര്യൻ ഇങ്ങനെ കത്തിജലിക്കുന്ന വൈശറാവൻ സഭയില് മനുഷ്യനാകെ പൊട്ടിക്കറിയുന്ന സമയത്ത് ആര് നബിയുടെ അടുത്ത് പോകും കിട്ടൂല. അങ്ങനെ ലോക നബിയുടെ അടുത്ത് പോകും, അവിടെയും ശുപാർശ ഇല്ല കേട്ടോ, ആരും തയ്യാറാവുന്നില്ല. അവസാനമായി അന്ത്യപ്രവാചകനായ ദൂതനായ ഹബീബേ ഉപ്പ് റസൂലേ ഉപ്പ് നബിയേ തോന്നിലാവേ മദീനയുടെ മണലേ വിചാര പോലും പറഞ്ഞ ആരുടെയാണ് ഈ സുന്ദരവാനായ വെള്ളക്കെട്ടാർ, ആരുടെയാണ് ഈ വെള്ളക്കൊട്ടാർ, ആരുടെയാണ് ഈ വെള്ളക്കൊട്ടാര്? ആ വെള്ളക്കൊട്ടാരത്തിൽ താമസിക്കുന്ന നമ്മുടെ നേതാവായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ നബി മുഹമ്മദ് മുസ്തഫ മുത്തേ ഹബീബേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് നാളെ നമുക്ക് ശുപാർശക്കായി നിൽക്കുന്നത്. അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുമ്പോൾ മുഹമ്മദ് മുഹമ്മദേ തലയുയർത്തോ മുഹമ്മദേ. ആ സമയത്ത് അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്തുകൊണ്ട് എന്റെ ഉമ്മത്തിന് വേണ്ടി ആ മഹ്ശറാവൻ സഭയിൽ പോലും ആ മഹ്ശറ കത്തിയടിക്കുന്ന സമയത്ത് പോലും ശുപാർശയുടെ നേതാവായ മഹ്ശറയിലെ പ്രവാചകനായ തിരുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കേണ്ട സമയം നമ്മള് നടന്മാരെ സ്നേഹിച്ചുകൊണ്ട് എവിടെയാണ് എന്റെ പെങ്ങളെ സ്ഥാനം കിട്ടുന്നത്, എവിടെയാണ് നമുക്ക് സ്ഥാനം കിട്ടുന്നത്, ഏതുവരെയാണ് നമുക്ക് ലഭിക്കുന്നത്? നമ്മുടെ ഹബീബിനോട് മഹബത്ത് വെച്ച, നമ്മുടെ ഹബീബിനോട് ഇഷ്ടം വെച്ച അല്ലാഹുവേ ഈ സദസ്സിലെ കൂടിയ ഞങ്ങളുടെ ഹബീബിനെ ഞങ്ങൾക്ക് കാണിക്കണേ അല്ലാ. നിങ്ങൾ റസൂലുള്ളാഹിനെ ഞങ്ങൾക്ക് നീ കാണിച്ചു തരണേ അല്ലാ. അല്ലാഹുവേ നിങ്ങളുടെ ഹബീബിനെ ഞങ്ങളെ കണ്ണരെ കാണിക്കണേ അല്ലാ. ഹബീബിനെ കാണിച്ചു തരണേ അല്ലാ. ആ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായെന്നറിഞ്ഞപ്പോ മഹാനായ ഉമർ റളിയല്ലാഹു
ഊരിപ്പൊളിച്ച് വാളുമായി എടുത്തുകൊണ്ട് ഉമർ പറയുകയാ, എന്റെ ഹബീബ് വഫാത്തായെന്ന് ആരെങ്കിലും പറഞ്ഞ അവന്റെ തലനാ വെട്ടിയെടുക്കുന്നതാ. അങ്ങനെ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിൻപറിഞ്ഞ മുകളിൽ കയറി കണ്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് ഓതിക്കൊണ്ട് പറയുകയാണ്. ആ ഖുർആൻ ഓതി കേട്ടപ്പോ, ആയത്തങ്ങ് കേട്ടപ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സങ്ങ് മാറി. ഉമറിന്റെ മനസ്സങ്ങ് മാറുകയാ. അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് നിന്ന് പോളി കേൾക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു. മുഹമ്മദ് اللهم صل على محمد يا رب صل عليه وسلم. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകനോടായിരിക്കണം നമ്മുടെ ഇഷ്ക്. അങ്ങനെ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, എനിക്ക് ഈ ആയത്ത് കേൾക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂലുള്ളാഹിന്റെ അടുത്ത് കേൾക്കുന്ന ഇപ്പോൾ കേട്ടൊരു ആയത്ത് പോലെ എനിക്ക് തോന്നുകയാ, ഇപ്പോൾ കേട്ടൊരു ആയത്ത് പോലെ എനിക്ക് തോന്നുകയാ. അങ്ങനെ സഹാബികളാകെ കണ്ണീരിലാണ്. ഈ വാർത്ത കൊണ്ട് തന്റെ ആ സമയത്ത് തോട്ടത്തിൽ നിന്ന് ആ ഈത്തപ്പയം പറിക്കുന്ന തന്റെ വാപ്പയുടെ അടുത്തേക്ക് മോൻ ചെന്ന് ഓടി ചെല്ലുകയാണ്. എന്നിട്ട് മകൻ പോയി പറയുകയാണ്, വാപ്പാ, നമ്മുടെ ഹബീബായ ലോകത്തിന്റെ ദൂതരായ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോയി വാപ്പാ, നമ്മുടെ ഹബീബ് പോയി വാപ്പാ. ഇത് കേട്ട ഉടനെ ആ സ്വഹാബി തന്റെ രണ്ട് കണ്ണും അല്ലാഹുവിന്റെ ഹബീബില്ലാത്ത ഈ സ്ഥലത്തുള്ള എന്റെ ഭാര്യയെ എനിക്ക് കാണണ്ട, എന്റെ മക്കളെ എനിക്ക് കാണണ്ട, എന്റെ സുഹൃത്തുക്കളെ എനിക്ക് കാണണ്ട, എന്റെ മക്കളെ എനിക്ക് ആരെയും എനിക്ക് കാണണ്ട. അല്ലാ, എന്റെ കണ്ണിന്റെ കാഴ്ച എനിക്ക് നഷ്ടപ്പെടുത്തിയേ അല്ലാ. രണ്ട് കണ്ണ് കുത്തിപ്പിട്ടിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദര, പ്രവാചകനോട് മുഹബ്ബത്ത് വെച്ച സഹാബികളുണ്ടല്ലോ, നമ്മളെയൊക്കെ മുഹബ്ബത്ത് എങ്ങനെയാ? മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു, മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞില്ലേ? മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ പ്രവാചകനില്ലാത്ത മദീന, പ്രവാചകനില്ലാത്ത മദീനയിൽ വെച്ച് ഞാനെങ്ങനെ ബാങ്ക് വിളിക്കാനാണെന്ന് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു ആദ്യം പോവുകയാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു പിന്നെയും തിരിച്ചു വന്നുകൊണ്ട് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ വന്നുകൊണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമാകുന്ന പള്ളികളിൽ നിന്ന് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, أشهد أن لا إله إلا الله، أشهد أن لا إله إلا الله، أشهد أن محمد رسول الله എന്ന് പറയുവാ ബിലാൽ റളിയല്ലാഹു അൻഹുവിന് സാധിക്കുന്നില്ല. സാധിക്കുന്നില്ല. എന്റെ ഹബീബില്ലാത്ത മദീന, എന്റെ റസൂലുള്ളാഹില്ലാത്ത മദീന ഞാനെങ്ങനെ ബാങ്ക് വിളിക്കാനാണെന്ന പൊട്ടിക്കരഞ്ഞുകൊണ്ട് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറയുകയാണ്. ചിന്തിക്കണം, മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറയുകയാണ്. ഇൻഷാ അല്ലാഹ് സമയം നദി പുലർത്തുന്നില്ല.
കൊണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീൻ പഠിക്കുവാൻ അത് ജീവിതത്തിൽ പ്രവർത്തിക്കുവാനും അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നമസ്കാരങ്ങളിൽ നിന്ന് നമ്മൾ ശ്രദ്ധിക്കുക. നമസ്കാരത്തിൽ നമ്മൾ എപ്പോഴും മുൻതൂക്കം കൊടുക്കുക. അല്ലാഹു കബൂലാക്കട്ടെ. അതിന് മുമ്പ് അല്ലാഹുവിന്റെ കുറച്ച് സമയം കൂടി ഇരിക്കാൻ പറ്റില്ല. കോപ്പറേറ്റർ മാത്രമാവോ? ഒരു കഥ ഉണ്ടായിരുന്നു. അവസാനം മൈക്കോപ്പറേറ്റർ എന്ന് പറഞ്ഞ എല്ലാവരും പോയി. മൈക്കിന്റെ ആള് മാത്രം വെക്കുന്ന ഒരവസ്ഥയാണ് പാടില്ലേ. അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മനുഷ്യന്റെ ജീവിതത്തിൽ അത്യാവശ്യമായ ഏറ്റവും കൂടുതൽ വേണ്ട ഒരു കാര്യം അല്ലാഹുവിന്റെ പ്രവാചകൻ നമുക്ക് ആവശ്യപരമായ ഒരു മനുഷ്യന് അത്യാവശ്യമായ കാര്യമാണ്. മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ആർക്കെങ്കിലും ഈ നാല് കാര്യങ്ങളിൽ ഒന്നാണിത്. എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണേ. ആർക്കെങ്കിലും ഒരു കൂട്ടുകാരൻ വേണമെന്ന് ആരെങ്കിലും ആഗ്രഹിച്ച ശ്രദ്ധിക്കണേ. ഈ നാല് കാര്യങ്ങള് എല്ലാവരുടെ മനസ്സിലും വേണേ, മനസ്സിലാക്കണേ. ആർക്കെങ്കിലും ഒരു കൂട്ടുകാരൻ വേണമെന്ന് ആരെങ്കിലും ആഗ്രഹിച്ച എന്റെ പ്രിയപ്പെട്ടവരെ, തങ്ങൾ പറഞ്ഞതെന്തെന്നറിയണോ? ശ്രദ്ധിക്കണേ. ഹബീബേ ത്വഹ നിലാവേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതെന്തെന്നറിയണോ? എന്നെ രക്ഷിക്കാൻ എന്റെ അള്ളയുണ്ട്. നമ്മുടെ കൂട്ടുകാരും എന്നും സമയത്തുണ്ടായെന്ന് വരൂല. ഏത് സമയത്തും നമ്മുടെ കൂട്ടുകാരുണ്ടായെന്ന് വരൂല. അപ്പൊ ഇതാ റസൂലുള്ളാഹിന്റെ വാള് പോവാണ്, നിലത്തേക്ക് പോവാ. റസൂലുള്ള എടുത്തിട്ട് ചോദിച്ചു, എല്ലങ്ങായി ഇന്നിപ്പ രക്ഷിക്കാൻ ആരല്ലേ? അപ്പം പറഞ്ഞു, മുഹമ്മദിന്റെ കാരുണ്യം മാത്രമാ. ചിന്തിക്കണേ, മനസ്സിലാക്കണേ. അല്ലാഹുവേ നമ്മളാക്കുക. ആർക്കെങ്കിലും ഒരു കൂട്ടുകാരനും വേണമെന്ന് ആരെങ്കിലും ആഗ്രഹിച്ച അവന്റെ പടച്ച തമ്പുരാൻ മതി ഇല്ലേ? അല്ലാഹു മതിയില്ലേ? അങ്ങനെയുള്ള കൂട്ടുകാരൻ നമുക്ക് മതിയില്ലേ? ഒരു പാമ്പ് നമ്മുടെ ഇവിടെ ഉണ്ട്, ചങ്ങായിമാരെ രക്ഷിക്കാൻ വരുമോ? പാമ്പ് നട്ടോടാണ്, രക്ഷിക്കാൻ വരൂല. ഒരു പാമ്പ് അതാ മൂർഖൻ പാമ്പ്, ചേരൻ പാമ്പ് നട്ടോടും. ഇവിടെയുള്ള പാമ്പ് ജസ്റ്റ് നമ്മളെ ആക്രമിക്കും. അങ്ങനെയുള്ള ഒരു സ്ഥിതിയിലേക്ക് വന്നാലും നമ്മെ രക്ഷിക്കാൻ അല്ലാഹു മാത്രമാണ്. ആർക്കെങ്കിലും നേരം പോക്ക് വേണമെന്ന് ആരെങ്കിലും ആഗ്രഹിച്ച ശ്രദ്ധിക്കണ. നേരത്തെ കാര്യമാണ് ഒന്ന്. ഇത് രണ്ടാണ്. നേരത്തെ കാര്യം നമ്മളെ പറഞ്ഞു, ഇത് രണ്ടാണ്. നേരം പോക്കിന് വേണമെങ്കിൽ സെൽഫോണ് വേണ്ട, വാട്സപ്പ് വേണ്ട. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് മക്കൾക്ക് ടാബ്ലറ്റ് കൊടുക്കണമെന്നില്ല, ടാബ് കൊടുക്കണമെന്നില്ല. മറ്റു ഉപകരണങ്ങളുടെ ആവശ്യം നമുക്ക് വേണ്ട. എന്താണ് വേണ്ടത്? ഇതാകുമ്പോ ദുനിയാവിലും ആഖിറത്തിലും എപ്പോഴും ഉപകാരമാണ്. അല്ലാഹു കബൂലാകട്ടെ, പടച്ചവൻ തമ്പുരാൻ സ്വീകരിക്കട്ടെ. അപ്പോ നമുക്ക് ആർക്കെങ്കിലും ഒരു ഉപദേശകൻ വേണമെന്ന് ആരെങ്കിലും ആഗ്രഹിച്ച ഒരു ഉപദേശകൻ വേണമെന്ന് ആരെങ്കിലും ആഗ്രഹിച്ചാൽ അപ്പോൾ നമുക്ക് നല്ലത് പറഞ്ഞു തരാൻ, നന്മ പറഞ്ഞു തരാൻ ആരെങ്കിലും വേണമെന്ന് ആരെങ്കിലും ആഗ്രഹിച്ച അവന്റെ മരണം മതി, അവന് മൗത്ത് മതി, മരണം മതി, മരണത്തെ ഓർത്താ മതി. വിശദീകരിക്കുന്ന എല്ലാവർക്കും ഉറക്കുവന്ന് പോവാ. എനിക്ക് ഉറക്കുവന്ന് പോവാനാ തോന്നുന്നു. കമ്മിറ്റിക്കാരൻ കൂടെയൊക്കെ എന്നെ തക്കും. എന്താ 1 മണിക്കൂറും പറഞ്ഞു പോവാണോ? കമ്മിറ്റിക്കാരൊക്കെ കൂടെ എന്നെ തച്ചാളി. അതുകൊണ്ട് കുറച്ച് പറഞ്ഞാലേ ശരിയാവുള്ളൂ. ഇൻഷാ അല്ലാഹ്. മനസ്സിലാവുന്നില്ലേ? ഇപ്പൊ എന്താണ്? ആർക്കെങ്കിലും ഒരു ഉപദേശകൻ വേണമെന്ന് ആരെങ്കിലും ആഗ്രഹിച്ച, ആർക്കെങ്കിലും ഒരു ഉപദേശകൻ വേണമെന്ന് ഇതേപോലെ നിങ്ങൾക്ക് എപ്പോഴും പറഞ്ഞു തരാൻ നിങ്ങൾ നന്നാവും തോന്നുന്നുണ്ട്. പക്ഷേ
ഇതിങ്ങനെ കേട്ടിക്കാൻ വലിയ പ്രയാസമല്ലേ? നിങ്ങളെപ്പോഴും മനസ്സിലേക്ക് കടന്നു വരണമെന്നുള്ളൊരു കാര്യം ആരെങ്കിലും ആഗ്രഹിച്ചാൽ ഫൽ മൗതു യക്ഫീഹി, അവന് മരണം മതിയേ. അതുകൊണ്ടല്ലേ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു രണ്ടുപേർ ജോലിക്കാക്കിയിരുന്നു. എന്താണ് കാരണം? എന്താ? ഉമറേ നിനക്ക് മരണമുണ്ട്, ഉമറേ നിനക്ക് മരണമുണ്ട്. അങ്ങനെ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു തന്റെ താടി നിരച്ചപ്പോഴാണ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ആ രണ്ടുപേരെ ജോലിക്ക് അയച്ചത്. രണ്ടുപേരെ ജോലിക്ക് അയച്ചു. കാരണം എന്താ? നേരെ താടിയുടെ നിര അടയാളാണ്. എന്തിന്റെ അടയാള? നിര എന്തിന്റെ അടയാള? മരണത്തിന്റെ അടയാള. അതുകൊണ്ട് എന്റെ ഏറ്റവും വലിയ അടയാളം വന്നിട്ടുണ്ട്. നിങ്ങൾ പോയിക്കോ. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. തമ്പുരാൻ കാത്ത് അല്ലാഹു തആല നമ്മയ്ക്ക് അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, ഐശ്വര്യം, ഇസ്സത്ത് ആർക്കെങ്കിലും വേണമെന്ന് ആരെങ്കിലും ആഗ്രഹിച്ചാ അല്ലാഹു തന്നതുകൊണ്ട് തൃപ്തിപ്പെടലാണ്. അല്ലാഹു തന്നതുകൊണ്ട് തൃപ്തിപ്പെടലാണ്. അല്ലാഹു ഇത് നാലാമത്തെ കാര്യമാണ്. അല്ലാഹു സ്വീകരിക്കട്ടെ. പടച്ച തമ്പുരാൻ നമ്മെ കബൂലാക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഞാൻ ഇപ്പൊ നിങ്ങൾ 4 കാര്യം നിർത്താൻ പോകുന്നതിന് മുന്നേ ഇത്ര സമയം നമ്മൾ എന്തൊക്കെയോ കേട്ടില്ലേ എന്നെ കുറിച്ച് കാര്യങ്ങൾ ചോദിക്കട്ടെ. അതുകൊണ്ട് നമ്മളിപ്പോ ചോദിച്ച 4 കാര്യങ്ങളിൽ തന്നെ നമുക്ക് ചോദിക്കാം. ഞാൻ ആദ്യം പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ആ 4 കാര്യങ്ങളിൽ നിന്ന് ഒന്നാമത്തെ കാര്യം എന്താ? ഒന്നാമത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ 4 കാര്യങ്ങൾ മുത്തല്ലിം കുട്ടികൾ ആരും പറയാൻ പാടില്ല. അവർക്കൊക്കെ പിന്നെ എന്നാലും പോപ്പമാരൊക്കെ ഉണ്ടല്ലോ, കാക്കമാരൊക്കെ ഉണ്ടല്ലോ, അവര് പറഞ്ഞാല് ഒന്നാമത്തെ കാര്യം കൂട്ടുകാരൻ. അപ്പൊ ആരാ നമ്മുടെ കൂട്ടുകാരൻ? അല്ലാഹു. രണ്ടാമത്തെ ആരാ? അങ്ങനല്ലേ വെച്ചേ? രണ്ടാമത്തെ കുറിച്ച് രണ്ടാമത് പറഞ്ഞല്ലോ. ഒന്ന് നമ്മൾ പറഞ്ഞു, രണ്ടാമത്തെ ഏതാ? നേരം പോക്ക്. എന്താ വേണ്ടേ? ടാബ്ലറ്റ് ആവണ്ട. എന്താ വേണ്ടേ? ഖുർആൻ. അൽഹംദുലില്ലാഹ്. അല്ലാഹുവിനെ കബൂലാക്കണേ പഠിച്ചോനെ, നീ സ്വീകരിക്കണേ അല്ലാഹ്. മൂന്നാമത്തെ ഉപദേശകൻ. എന്തിന്റെ ഉപദേശകൻ? എപ്പോൾ ഓർമ്മപ്പെടുത്തി തന്നെ ആരാ വേണ്ടേ? മരണം. അല്ലാഹു കബൂലാക്കട്ടെ, പഠിച്ചോൻ സ്വീകരിക്കട്ടെ. അപ്പൊ നാലാമത്തെ എന്താ? അത് അസിൽ കുട്ടികൾ പറഞ്ഞോളൂ. അള്ളാഹു തന്നതിലുണ്ട് നമ്മൾ തൃപ്തിപ്പെടലാണ്. ഇതാണ് അള്ളാഹു തന്നതുകൊണ്ട്. ആരെങ്കിലും തൃപ്തിപ്പെട്ട് കഴിഞ്ഞാ പഠിച്ചോ നമുക്ക് എന്ത് തന്നോ നമ്മളങ്ങ് തൃപ്തിപ്പെടുക. അള്ളാഹ് രോഗം തന്നോ അതിനങ്ങ് ക്ഷമിച്ചേക്കുക. അവിടെയാണ് ഒരു മുഅ്മിനാവുന്നത്. അല്ലാഹു തആല പറയുന്നില്ലേ, ഇൻ റളൈത ബിമാ ഖസംതു ലക, ഞാൻ തന്ന ഓഹരിയില്ലാരെങ്കിലും തൃപ്തിപ്പെട്ട് കഴിഞ്ഞാ അർഹത്തു ഖൽബുക, അവന്റെ കൽബിനെ ഞാൻ റാഹത്താക്കുന്നതാണ്. വബദനക, അവന്റെ ശരീരത്തെയും വഅൻത മഹ്മൂദൻ ഇന്ദി, അവനിൽ നിന്ന് തൃപ്തിപ്പെട്ടവനുമാകും. അപ്പൊ നമ്മൾ അല്ലാഹ് തന്നിയും തൃപ്തിപ്പെട്ടില്ല. വഇല്ലം തർള ബിമാ ഖസംതു ലക സഅലക അലൈക ദുനിയാ, ദുനിയാവിനെ അവന്റെ മേലേക്ക് അല്ലാഹ് ഇട്ടാളെ. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ദുനിയാവിനെ കിട്ടേ. നമ്മൾ കണ്ടില്ലേ, സ്വിഫ്റ്റ് കാർ വാങ്ങിയാ പറയും സ്വിഫ്റ്റ് ഡിസൈർ വാങ്ങണം, ഡിസൈർ വാങ്ങിയാ പറയും ഇന്നോവ എടുക്കണം, ഇന്നോവ എടുത്താ പറയും ശരിയാവില്ല ഓടിക്കാർ വേണം. അങ്ങനെയുള്ള മോഹങ്ങൾക്കുള്ള അല്ലാഹു എന്ത് ചെയ്തു തരും? ദുനിയാവിനങ്ങ് ഇട്ടുതരും. അങ്ങനെ ഓടിക്കാർ എടുക്കുമ്പോ അതിനെടുക്കുള്ള കുറെ പൈസയൊക്കെ ലോൺ എടുത്ത് എല്ലാം അലാക്കായി പോകും. അല്ലാഹു കാക്കട്ടെ. അപ്പൊ ദുനിയാവിലവൻ തുള്ളിച്ചാടും. അല്ലാഹു തആല കാക്കട്ടെ. സന്തോഷം കൊണ്ടല്ല തുള്ളിച്ചാടുക, സന്തോഷം കൊണ്ടല്ല, പ്രശ്നം കൊണ്ടിങ്ങനെ തുള്ളും, ലോണും കടവുമായി വിഷമത്താല്. അല്ലാഹു കാലത്ത് ആത്തിരിക്കട്ടെ. എന്റെ കണ്ണിനൊക്കെ ഉറക്കം വന്നിട്ടുണ്ട്, കാണുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യ്, അല്ലാഹു തആല കബൂലാക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു 3 സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ്.